നമസ്കാരം, വെൽക്കം ടു സ്റ്റഡി ലിങ്ക്സ്. നമ്മൾ 7ാം ക്ലാസ്സിലെ 2024 ഇറങ്ങിയ പുതിയ ഇംഗ്ലീഷ് പുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റ്. നമ്മൾ അതിലെ ആദ്യത്തെ യൂണിറ്റിന്റെ എല്ലാ അർത്ഥം മുഴുവൻ വായിച്ച അർത്ഥമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിന്റെ ആക്ടിവിറ്റീസിലേക്ക് പോവുകയാണ്. ആക്ടിവിറ്റി 1ാമത്തെ ആക്ടിവിറ്റി നോക്കാം. 1A. There are some of the events that are described in the story. ആ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ള കുറെ ഇവന്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. റീഡ് ദം കെയർഫുള്ളി. അതൊക്കെ ഒന്ന് വായിക്കുക. കാർത്തിക ഒന്ന് വായിച്ചിട്ട് ഓരോ സെന്റൻസിന്റെ അർത്ഥം പറയാം. നമ്മൾ അർത്ഥം എല്ലാം ആ പാഠത്തിൽ പറഞ്ഞ സെന്റൻസുകൾ തന്നെയാണ്. ഒന്ന് വായിക്കും. Ricky searches for his missing t-shirt and football. അവന്റെ മിസ്സിംഗ് ആയ ടീഷർട്ടും ഫുട്ബോളും സെർച്ച് ചെയ്യുകയാണ്. അതെ. Ricky's parents purchased the butler robot. റിക്കിയുടെ പാരന്റ്സ് ബട്ട്ലർ റോബോട്ടിനെ വാങ്ങിച്ചു. Ricky complains to his parents about the butler robot. റിക്കി അവന്റെ പാരന്റ്സിനോട് കംപ്ലൈന്റ് ചെയ്യാണ് ബട്ട്ലർ റോബോട്ടിനെ കുറിച്ചിട്ട്. Okay. Ricky's mother gives him chores to do around the house. റിക്കിയുടെ അമ്മ ആ റോബോട്ടിന് എന്ത് ചെയ്യാണ്, വീട്ടു ജോലികൾ ചെയ്യാൻ കൊടുക്കുകയാണ്. Ricky starts taking better care of his possessions. അവന്റെ സാധന സാമഗ്രികളെല്ലാം അവൻ നല്ല കെയർ ചെയ്യും. Ricky decides to become a maximum efficiency boy. അവൻ നല്ലൊരു maximum efficiency boy. നന്നായിട്ട് കാര്യക്ഷമതയുള്ള ഒരു കുട്ടിയായിട്ട് മാറും. Ricky wakes up to find his room perfectly clean and tidy. റിക്കി എണീച്ചപ്പോൾ അവന്റെ റൂം വളരെ വൃത്തിയും ടൈഡിയും ആയിരുന്നു. വൃത്തിയും അടുക്കി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. Ricky follows the butler robot around the house to spy on it. ചാരി പ്രവൃത്തി ചെയ്യാൻ വേണ്ടിട്ട് ആ റോബോട്ടിനെ പുറകെ അവൻ പിന്തുടരുകയാണ്. Ricky catches the butler robot red-handed. ആ റോബോട്ടിനെ കയ്യോടെ പിടിക്കുകയാണ്. Ricky becomes ashamed of how he has treated his belongings. അവന്റെ സാധനങ്ങൾ അവൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന് അവന് ഭയങ്കര അറേഞ്ച് ഇവന്റ്സ് ഇൻ ഓർഡർ. ഈ പറഞ്ഞിട്ടുള്ള നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്റ്റോറി നടന്ന ഓർഡറിലല്ല പറഞ്ഞത്, അല്ലേ? ഓർഡർ മാറ്റിയാണ് പറഞ്ഞുള്ളത്. അതായത് ഓർഡറിലാക്കാനാണ് പറഞ്ഞത്. ഒന്ന് ഓർഡറിലാക്കിയിട്ടൊന്ന് കാർത്തിക് ഒന്ന് വായിക്കും. ഒന്നാമത് ആദ്യം നടന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഫസ്റ്റ് ബട്ട്ലർ റോബോട്ടിനെ വാങ്ങി. രണ്ടാമത് എന്താ സംഭവിച്ചുള്ളത്? റിക്കിയുടെ അമ്മ വീട്ടു ജോലികൾ കൊടുത്തു. തേർഡ് വൺ, Ricky wakes up to find his room perfectly clean and tidy. Okay, next one. Ricky searches for his missing t-shirt and football. Okay. Ricky follows the butler robot around the house to spy on it. Ricky catches the butler robot red-handed. Ricky complains to his parents about the butler robot. Ricky becomes ashamed of how he treated his belongings. Ricky starts taking better care of his possessions. Last one കൊടുത്തിട്ടുണ്ടല്ലേ? Yeah. Ricky decides to become a maximum efficiency boy. ഇതാണ് അതിന്റെ ഓർഡർ. നമുക്ക് ഇതേപോലെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഈ നോട്ട്സ് എഴുതാവുന്നതാണ്. ഇനി ബി, അടുത്ത ആക്ടിവിറ്റി. Write a paragraph using the events described above. ഇപ്പൊ മുകളിൽ തന്നിട്ടുള്ള അതെല്ലാം കൂടി ഒരു പാരഗ്രാഫ് ആയിട്ട് ഒന്നിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്നിച്ച് എഴുതിയിട്ടുണ്ട്. അതൊന്ന് കാർത്തിക് ഒന്ന് വായിക്കും. Ricky's parents bought a butler robot to help them around the house. റിക്കിയുടെ പേരൻസ് ഒരു റോബോട്ടിനെ വാങ്ങിച്ചു. Ricky's mother gives him chores to do, but one morning Ricky wakes up to find his room perfectly clean and tidy. Surprised, a bit suspicious, Ricky searches for his missing t-shirt and football. Yes. He follows the butler robot around the house, spying on it. He catches the butler robot red-handed, taking his belongings. Ricky complains to his parents about the robot's behavior. By understanding his slovenly habits, Ricky becomes ashamed of how he has treated his possessions. He decided to become a maximum efficiency boy by taking care of his belongings. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെന്റൻസുകളാണ്. അത് മൊത്തമായിട്ട് ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതിയിട്ടാണ്. നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി 15ാമത്തെ പേജ് അല്ലേ? 15ാമത്തെ പേജ് എടുക്കും. Activity 2. We saw a change in Ricky's behavior at the end. Write them below. We saw a change. റിക്കിയുടെ ബിഹേവിയർ, റിക്കിയുടെ പെരുമാറ്റത്തില് നമ്മൾ എന്തോ ഒരു ചേഞ്ച് കണ്ടു. വ്യത്യാസം പിന്നെ അവസാനം. Write them below. താഴേക്ക് ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ബിഫോറും ആഫ്റ്ററും. നേരത്തെ ഉണ്ടായിരുന്ന ബിഹേവിയർ എന്താണ്,
നമ്മൾ സ്റ്റോറിയുടെ അവസാനത്തേക്ക് എത്തുമ്പോഴുള്ള ബിഹേവിയർ എന്താണ്. ആദ്യം റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്. സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ചെന്ന സ്വഭാവമായിരുന്നു. കെയർലെസ് ആയിരുന്നു, ശ്രദ്ധയില്ലാത്തവനായിരുന്നു. എന്തിലെന്തായി അവന്റെ സാധന സാമഗ്രികൾ നന്നായിട്ട് കെയർ ചെയ്യുന്ന, കെയർഫുൾ ആയിട്ട് ശ്രദ്ധ കൊടുക്കുന്ന ഒരു കുട്ടിയായിട്ട് അവൻ മാറി. പിന്നെ അതേപോലെ എന്തൊക്കെയാണ് പിന്നീട് വന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് പറയൂ. ഫസ്റ്റ് വൺ, Ricky was very lazy. റിക്കി വളരെ ലേസി ആയിരുന്നു. ലേസി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയനായിരുന്നു. പിന്നെ ലാസ്റ്റിലേക്ക് റിക്കി എങ്ങനെയായി? He becomes a maximum efficiency boy. ഏറ്റവും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയായിട്ട് റിക്കി മാറി. സെക്കൻഡ് വൺ, Ricky didn't help much around the house. റിക്കി അവന്റെ വീട്ടില് എന്ത് ചെയ്തില്ല? ഹെൽപ്പ് ചെയ്യുന്ന, സഹായിക്കുന്നുണ്ടല്ല, അച്ഛനമ്മ ജോലികളൊന്നും സഹായിക്കുന്നുണ്ടല്ല. അവസാനം എന്തായി? Now he helps much around the house. He helps much around the house. വീട്ടിലെ കാര്യങ്ങളെല്ലാം സഹായിക്കുന്ന കുട്ടിയായിട്ട് മാറി. നെക്സ്റ്റ് വൺ, Ricky just threw his belongings all over the place. അവിടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് റിക്കി അവന്റെ സാധന സാമഗ്രികൾ വീട്ടിലെല്ലായിടത്തും വലിച്ചു വാരി എറിയുന്ന, ത്രോ ചെയ്യുന്ന സ്വഭാവമായിരുന്നു. പിന്നീട് അവൻ എന്തായി? Ricky kept his things tidy and places in the proper places. പ്രോപ്പർ പ്ലേസസ്. എവിടെയാണോ ഒരു സാധനം വെക്കുന്നത്, ബോൾ വെക്കേണ്ടത് ബോൾ വെക്കും, പുസ്തകം വെക്കേണ്ട പുസ്തകം വെക്കും, ഡ്രസ്സ് വെക്കുന്നത്, അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് വെക്കുന്ന, ക്ലീൻ ആയിട്ട് ടൈഡി ആയിട്ട് വെക്കുന്ന ഒരു കുട്ടിയായിട്ട് റിക്കി മാറി. ലാസ്റ്റ് വൺ, Ricky never helped poor people. റിക്കി ഒരിക്കലും പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാത്തവരായിരുന്നു. അത് നമ്മുടെ ഷോർട്ട് അവസാനം പറഞ്ഞത് സഹായിക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവർക്കും നേരത്തെ സഹായിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ്. He began helping poor people with his pocket money. ഏത് പൈസ കൊണ്ടാ? പോക്കറ്റ് മണി ഉപയോഗിച്ച് പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ തുടങ്ങി. ഇത്രയും ചേഞ്ചസ് ആണ് റിക്കിയുടെ സ്വഭാവത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വി വിൽ ഗോ ടു ദി തേർഡ് വൺ. 15ാമത്തെ പേജിലുള്ള മൂന്നാമത്തെ ആക്ടിവിറ്റി. റിക്കി ടെൽസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് റോബിൻ. റിക്കി അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് റോബിനോട് എന്ത് പറയാണ്? അബൌട്ട് എ റോബോട്ട് ദാറ്റ് ഹിസ് ഫാദർ ബോട്ട്. അച്ഛൻ കൊണ്ടുവന്ന റോബോട്ടിനെ കുറിച്ച് പറയുകയാണ്. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബിൻ. റിക്കിയും റോബിനായിട്ടുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറയുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് എഴുതി നോക്കുക. ഇത് ഇവിടെ ഉള്ളത് നമ്മൾ ഒരു സാമ്പിൾ കോൺവെർസേഷൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. റിക്കി എന്താ പറയുന്നത്? Hey, you won't believe what happened. My father bought a robot. നീ വിശ്വസിക്കില്ല. You won't believe. എന്താണ്? എന്റെ അച്ഛൻ എനിക്കൊരു റോബോട്ടിനെ മേടിച്ചു. അപ്പൊ റോബിൻ എന്ത് പറയാം? What? A robot? Really? Really? യഥാർത്ഥത്തിൽ ശരിക്കും റോബോട്ടിനെ വാങ്ങിയോ? അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് പറയുന്നു? Yes, a butler robot. അതെ, ഒരു ബട്ട്ലർ റോബോട്ടാണ്. It does all house chores. അത് എല്ലാ വീട്ടു ജോലികളും ചെയ്യും. അപ്പൊ നെക്സ്റ്റ് റോബിൻ ചോദിക്കാണ്, I can't believe it. What jobs it can do? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്തൊക്കെ ജോലികളാണ് അത് ചെയ്യാം. What jobs it can do? അതിന് എന്തൊക്കെ ജോലികൾ ചെയ്യാൻ സാധിക്കും? ഓക്കെ. It cooks, cleans, irons our clothes and much more. പുസ്തകത്തിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ അല്ലേ? കുക്ക് ചെയ്യും, ക്ലീൻ ചെയ്യും, അയൺ ചെയ്യും, വേറെ ഒരുപാട് ജോലികൾ അത് വീട്ടിൽ ചെയ്യും. റോബിൻ, how does it look like? അത് കാഴ്ചയിൽ എങ്ങനെയാണ് അതിന്റെ പ്രത്യേകത അല്ലേ? കണ്ടാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കാണ്. It is a gleaming butler robot with metallic voice and whirring all over. അതൊരു ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. തിളക്കമുള്ള നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞല്ലേ, ഗ്ലീമിംഗ് റോബോട്ടാണ് വിത്ത് മെറ്റാലിക് വോയിസ്. അതിന്റെ വോയിസ് ഒരു മെറ്റാലിക് വോയിസ് ആണ്. ആൻഡ് വീറിംഗ് ഓൾ ഓവർ, ഒരു മൂളലോടെ എല്ലായിടത്തും സഞ്ചരിക്കുന്ന ഒരു റോബോട്ടാണ്, ചുറ്റി സഞ്ചരിക്കുന്ന റോബോട്ടാണ്. Very nice. I am excited to see it. I am excited. ഞാൻ വളരെ അധികം ആകാംക്ഷയുള്ളവരാണ് അതിനെ കാണാൻ വേണ്ടിയിട്ട്. Sure, we will go to my house now. തീർച്ചയായിട്ടും കാണിച്ചു തരാം അല്ലേ? നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം. ഇപ്പൊ ഇത്രയാണ്. ഒരു സമ്പ്ലിംഗം തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ എഴുതാൻ പറ്റും. Now let's go to the next page. 16ാമത്തെ പേജിലുള്ള ആക്ടിവിറ്റി 4A. അതായത് ഫോളോയിങ് പാർട്ട് ഫ്രോം ദ സ്റ്റോറി. സ്റ്റോറി എന്നുള്ള ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിക്കോ കാർത്തിക്. Father, a robot is a wonderful device. Look at the things it can do. റോബോട്ടെ നോക്കൂ, ഒരു വണ്ടർഫുൾ ഡിവൈസ് ആണ്. ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നോക്കൂ. Ricky, I don't think so. He is doing more harm than good. നല്ലതിനെക്കാളും ചീത്തയാണ് ചെയ്യുന്നത്. Father, you are wrong, Ricky. You don't understand how a robot works. അറിയില്ല റിക്കി എങ്ങനെയാണ് റോബോട്ട് വർക്ക് ചെയ്യുന്നത്. Ricky, I can't agree with you. A robot will be a big problem if it is not properly programmed. നല്ലപോലെ പ്രോഗ്രാംഡ് അല്ലെങ്കിൽ റോബോട്ട് എന്താവും, ഒരു പ്രശ്നമായി മാറും. അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. Now pick out the expressions from the passage which shows disagreement. ഈ പാസേജിലെ ഡിസ്അഗ്രിമെന്റ്, അതായത് നമ്മൾ കാര്യം പറയുമ്പോൾ എഗ്രി ചെയ്യാത്ത കാര്യങ്ങൾ, തിരിച്ചു പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡിസ്അഗ്രിമെന്റ് ഉള്ളത്? I don't think so. ഞാനത് ചിന്തിക്കുന്നില്ല, അത് ഡിസ്അഗ്രിമെന്റ് ആണ്. പിന്നെ You are wrong, Ricky. You are wrong, Ricky. പിന്നെ നെക്സ്റ്റ് വൺ. I can't agree with you. I can't agree with you. ഈ മൂന്നെണ്ണാണ് അവിടെ ഉള്ളത്. അതുപോലെ ബി ആക്ടിവിറ്റി ബി. Now let's find out
what Adil and Anju have to say about Adilum Anju റോബോട്ടിനെ കുറിച്ച് എന്താണ് പറഞ്ഞുള്ള ഒരു കോൺവെർസേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിക്കൂ. Adul, I think robots are awesome. They cannot do many things that humans cannot. They can do so many things that human cannot. മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അഞ്ജു എന്താ പറഞ്ഞത്? Yes, Adul, I agree. They can do cool stuff, but there are some downsides to them too. നല്ല ചെയ്യാൻ പറ്റും, പക്ഷേ കുറെ ഡൗൺ സൈഡ്സ്, കുറെ ശരിയല്ലാത്ത കാര്യങ്ങളും കുറവുകളും ഉണ്ട്. Adul, I totally get that. But let's talk about the advantages first. Robots can work 24/7 without getting tired. അവർക്ക് 24 മണിക്കൂറും ടയേർഡ് ആവാതെ ചെയ്യാം. എല്ലാ ദിവസവും 24 മണിക്കൂറും ടയേർഡ് ആവാതെ ചെയ്യാൻ സാധിക്കും. ആദ്യ അഡ്വാൻറ്റേജിനെ കുറിച്ച് സംസാരിക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞത് 24/7 വർക്ക് ചെയ്യാൻ സാധിക്കും. അഞ്ജു എന്താ പറഞ്ഞത്? Yeah, that's true. They can be like super helpers, especially in factories where they can make things faster. അത് സത്യമാണ്. ഫാക്ടറിയിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സൂപ്പർ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഫാക്ടറികളിലൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. തിങ്സ് ഫാസ്റ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതും exactly, and they can go to places that are too dangerous for people, like the deep sea or the outer space. ഡീപ് സീ പോലെയുള്ള ഔട്ടർ സ്പേസ് പോലെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്തും എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ സാധിക്കും. ഓക്കെ, 17ാമത്തെ പേജ് ബാക്കിയുണ്ട്, വായിക്കും. Anju, I see your point, but what about robots taking jobs away from people? എനിക്ക് പോയിന്റ് മനസ്സിലായി. പക്ഷെ ആൾക്കാരിൽ നിന്ന് റോബോട്ട്സ് ജോലികൾ തട്ടിയെടുക്കും. അതായത് ജനങ്ങളെ ജോലി സാധ്യതകൾ കുറയ്ക്കുകയല്ലേ ചോദിക്കാൻ. അത് you have a good point there. നിനക്ക് നല്ലൊരു പോയിന്റ് നീ പറഞ്ഞിട്ടുണ്ട് അവിടെ. That can be a disadvantage. അതൊരു ഡിസഡ്വാൻറ്റേജ് ആവാം അല്ലേ? But they can also create new jobs in the field of robotics. റോബോട്ടിക്സ് അതേസമയം തന്നെ പുതിയ പുതിയ ജോലി സാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. Anju, that's true, but not everyone can afford robots. They can be expensive to build and maintain. എല്ലാവർക്കും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കും. എന്തുകൊണ്ട്? അവർക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതായത് വില ചെലവ് കൂടുതലുള്ളതാണ്. മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഉണ്ടാക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. Adu, I agree. Cost can be a problem, but think about how they can help differently abled people. കോസ്റ്റ് ബുദ്ധിമുട്ടായിരിക്കാം. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടില്ലേ, ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള അവസ്ഥകളുള്ള ആൾക്കാർക്കൊക്കെ സഹായിക്കാൻ പറ്റും. നോക്കുമല്ലേ, നമ്മളിതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അടുത്ത് അഞ്ജു എന്താ പറയുന്നത്? Yeah, that's great advantage. Robots can improve lives in many ways. അത് അഡ്വാൻറ്റേജ് തന്നെയാണ്. റോബോട്ട് ജീവിതം പല രീതിയിലും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, നന്നാക്കാൻ സാധിക്കും. ഇത്രയാണ് അവരുടെ കോൺവെർസേഷൻ. സെന്റൻസ് അബൌട്ട് ഷോ എഗ്രിമെന്റ് ആൻഡ് ഡിസഗ്രിമെന്റ്. ഇത് കുറെ എഗ്രിമെന്റുകളും ഡിസഗ്രിമെന്റുകളും ഉണ്ട് അല്ലേ? ഒരാൾ പറഞ്ഞതിന് മറ്റൊരാൾ എഗ്രി ചെയ്യുന്നുണ്ട്, ഡിസഗ്രി ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ചോദ്യം വരുന്നുണ്ട്, റൈറ്റ് ദ സെന്റൻസ് വിച്ച് എക്സ്പ്രസ് എഗ്രിമെന്റ് ആൻഡ് ഡിസഗ്രിമെന്റ് ഇൻ ദ ടെക്സ്റ്റ് ബിലോ, ഇൻ ദ ബോക്സ് ബിലോ. താഴത്തുള്ള ബോക്സിൽ എഗ്രിമെന്റും ഡിസഗ്രിമെന്റും രണ്ട് സൈഡിലായിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? I agree, they can do cool stuff. ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. എന്താണ്? അവർ നല്ല സൂപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. But there are also some downsides. There are also some downsides ഉള്ളത് ഡിസഗ്രിമെന്റ് ആണ്. വേറെ എന്തൊക്കെ എഗ്രിമെന്റ് ആണല്ലോ കാർത്തിക് നോക്കൂ. Yeah, that's true. They can be like super helpers. അതൊരു എഗ്രിമെന്റ് ആണ്. അടുത്തത് exactly, and they can go to places that are too dangerous for people. Okay, next one. You have a good point there. Yeah, I agree, cost can be a problem. Yeah, that's a great advantage. ഇത്രയാണ് എഗ്രിമെന്റുകളാണ്. ഡിസഗ്രിമെന്റുകൾ എന്തൊക്കെയുണ്ട്? But there are also some downsides. But what about robots taking jobs away from people? But not everyone can afford robots. ഇതൊക്കെ ഡിസഗ്രിമെന്റുകളാണ്. ഇത്രയാണ് എല്ലാ എഗ്രിമെന്റ്സും ഡിസഗ്രിമെന്റും. ഇനി നമുക്ക് 18ാമത്തെ പേജിലേക്ക് പോകാം. അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ലെറ്റ് us conduct a debate in the class. ക്ലാസ്സിൽ ഒരു ഡിബേറ്റ്, ഒരു ചർച്ച സംഘടിപ്പിക്കണം. എന്താണ്? We cannot live without mobile phone. നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള വിഷയത്തെ കുറിച്ച് ഡിബേറ്റ് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. അതെന്താണ്? ഫോം 2 ഗ്രൂപ്പ്സ്, 2 ഗ്രൂപ്പുകളുണ്ടാകും. ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും. ഗ്രൂപ്പ് എ ക്യാൻ സപ്പോർട്ട് ദി ആർഗ്യുമെന്റ് ആൻഡ് ഗ്രൂപ്പ് ബി ക്യാൻ ബി ഓപ്പോസിറ്റ്. ഗ്രൂപ്പ് എനെ സപ്പോർട്ട് ചെയ്യണം, ഗ്രൂപ്പ് ബിനെ ഒപ്പോസ് ചെയ്യണം. യു മേ ഫിക്സ് എ മോഡറേറ്റർ ഫോർ ദ, ഒരു മോഡറേറ്റർ അല്ലെ, ചർച്ച മോഡറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഉണ്ടാവും. അപ്പൊ അതിന് ചർച്ചയിൽ വരാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ബോക്സിൽ എഴുതേണ്ടത്. ലെറ്റ്സ് ലിസ്റ്റ് ദ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഫ്രം ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ്. അപ്പൊ ഗ്രൂപ്പ് എ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് നിങ്ങൾ സ്കൂളിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഡിബേറ്റ് ചെയ്തിട്ട് അവിടെ അതിൽ നിന്ന് വരുന്ന പോയിന്റുകളാണ് എഴുതേണ്ടത്. നമ്മൾ സാമ്പിൾ ആയിട്ട് കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. രണ്ടെണ്ണം നമുക്ക് ടെക്സ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. യൂസ് എന്താ പറഞ്ഞത്?
Easier and fast communication. Easier and fast ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാവും. Educational resources കിട്ടും. Entertainment. Managing ഓഫീസ് വർക്കുകൾ മാനേജ് ചെയ്യാൻ സാധിക്കും. Mobile banking. Online shopping. Photography and videography. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നമുക്ക് കുറച്ചെണ്ണം മാത്രമേ, ഇനി ഒരുപാട് ഉദാഹരണം നമുക്ക് എഴുതാൻ പറ്റും. എഡ്യൂക്കേഷനിലെ എന്റർടൈൻമെന്റ്, മാനേജിങ് ഓഫീസ് വർക്ക്, മൊബൈൽ ബാങ്കിങ്, ഓൺലൈൻ ഷോപ്പിംഗ്, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഇതെല്ലാം നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യുന്ന ഉപയോഗങ്ങളാണ്. ഇനി ആ മൊബൈലിന്റെ ദോഷങ്ങളെ ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ്? ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടൈം വേസ്റ്റ് ആവുന്നുണ്ട്. ഐ സ്ട്രെയിൻ ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസ്. ഐ സ്ട്രെയിൻ, കണ്ണിന് സ്ട്രെയിൻ വരുന്നുണ്ട്, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം. സൈബർ ബുള്ളിങ് ആൻഡ് ഹറാസ്മെന്റ്. സൈബർ ബുള്ളിങ് നമ്മൾ കണ്ടില്ലേ, സോഷ്യൽ മീഡിയ കൂടെ ആൾക്കാരൊക്കെ പല രീതിയിലും ഉപദ്രവിക്കുന്നുണ്ട്. സൈബർ ബുള്ളിങ്, ഹറാസ്മെന്റും ഉണ്ട് അല്ലെ, അവരെ ഭീഷണിപ്പെടുത്തുകയും പൈസ ഇട്ടും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അഡിക്ഷൻ ആൻഡ് ഓവർയൂസ്. അഡിക്ഷൻ, മൊബൈൽ അഡിക്റ്റ് ആവല്ലേ, മൊബൈൽ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിന്റെ ഓവർ യൂസ്, അധികമായിട്ടുള്ള ഉപയോഗം. ലോസ് ഓഫ് പ്രൈവസി. പ്രൈവസി നഷ്ടപ്പെടുന്നു അല്ലേ. നമ്മുടെ മൊബൈലൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, മൊബൈൽ നമ്മൾ നമ്മുടെ ബാങ്കിങ് വിവരങ്ങൾ, ഫോട്ടോ എല്ലാം ചോർത്തിയിട്ടുള്ള അതുപോലെയുള്ള പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ട്. മണി വേസ്റ്റേജ്, പണം നഷ്ടമാണ്. ആവശ്യമില്ലാതെ നമ്മൾ മൊബൈൽ വെച്ച് ഗെയിം കളിച്ചിട്ടും അതുപോലെ റീചാർജും കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്ത ഉപയോഗത്തിന് വേണ്ടി മണി ഒരുപാട് നമുക്ക് ചരിത്രമാണ് ഉദാഹരണം. ഇതുപോലെ നിങ്ങൾക്ക് കുറെ കൂടി എഴുതാൻ സാധിക്കും. Now let's go to the sixth one. Page number 19. എന്താണ് 19ാമത്തിൽ പറഞ്ഞുള്ളത് നോക്കും. ആറാമത്തെ ആക്ടിവിറ്റി നമ്പർ 6 അല്ലെ. Sarah has bought a washing machine from a popular outlet. ഒരു പ്രസിദ്ധമായ ഔട്ട്ലെറ്റിൽ നിന്ന് ഷോപ്പിൽ എന്ത് ചെയ്തു, സാറ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങി. Unfortunately, it has stopped working. അതിന്റെ ആയിപ്പോയി, വർക്ക് ചെയ്യാതെ ആയിപ്പോയി. Here is an email sent to the company to get it repaired. അപ്പൊ സാർ ആ കമ്പനിക്ക് അയച്ചിട്ടുള്ള ഒരു ഇമെയിലിന്റെ സാമ്പിൾ ആണ് ഇവിടെ. നമ്മുടെ ഇമെയിൽ അയക്കുമ്പോൾ നിങ്ങൾ IT ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ, കമ്പ്യൂട്ടറിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ ഇമെയിൽ അയക്കാന്നുള്ളത്. അത് നമുക്ക് ടു എന്നുള്ളത് നമ്മൾ ഇമെയിൽ അഡ്രസ് ആണ് എഴുതേണ്ടത്. സബ്ജക്റ്റിലുള്ളത് നമ്മൾ എന്തിനെ കുറിച്ചാണോ ഇമെയിൽ അയക്കുന്നത് ആ സബ്ജക്ട് നമ്മളിവിടെ എഴുതാം. ഇവിടെ xxx123@mail.com അവിടെ ഒരു എന്തോ ആവാം, കമ്പനിയുടെ പേരാവാം. കംപ്ലൈന്റ് റിഗാർഡിംഗ് വാഷിംഗ് മെഷീൻ, വാഷിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റ് ആണ്. സർ, I purchased a washing machine from your company a few weeks ago. കുറച്ച് വീക്കുകൾക്ക് മുൻപ്, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാനൊരു വാഷിംഗ് മെഷീൻ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് വാങ്ങി. But it is not working now. പക്ഷെ അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. Kindly attend the issue at the earliest. ദയവായിട്ട് എന്ത് ചെയ്യണം, ഈ ഇഷ്യൂ, ഈ പ്രശ്നം at the earliest, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യണം. കോപ്പീസ് ഓഫ് നെസറി ഡോക്യുമെന്റ്സ് ആർ അറ്റാച്ച്. ആവശ്യമായിട്ടുള്ള കോപ്പീസ് ഒക്കെ, അതായത് നമ്മൾ ഇമെയിൽ എന്തൊക്കെ അറ്റാച്ച് ചെയ്യുന്നത്, കൂടെ എന്തൊക്കെയാണ് അയക്കുന്നത് അത് അറ്റാച്ച് ചെയ്തിട്ട് അയക്കുന്നുണ്ട് എന്നാണ്. പർച്ചേസ് ബില്ലോ ഒക്കെ അയക്കാം, അല്ലെങ്കിൽ വാറണ്ടി കാർഡോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് കൂടി നമ്മളോട് മെൻഷൻ ചെയ്യാണ് എന്ന് പറഞ്ഞാൽ താഴെ നമ്മൾ ആളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. Ricky kept on complaining to his parents about the robot, but they didn't listen to him. റിക്കി എന്ത് ചെയ്തു, നമ്മുടെ പാരന്റ്സിന്റെ കംപ്ലൈന്റ്. അപ്പൊ റിക്കി എന്ത് ചെയ്തു, ഫോൾട്ട് ആണെന്നാണ് റിക്കിന്റെ വിചാരം. റിക്കി എന്ത് ചെയ്യാണ്, കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നത്. So he decided to register a complaint through email with the robot manufacturing company, asking them to replace the misprogrammed robot. റിക്കി ആദ്യം പറഞ്ഞല്ലേ, അത് പ്രോഗ്രാമിന്റെ പ്രശ്നമാണ്. പ്രോഗ്രാമിന്റെ പ്രശ്നം നേടി മിസ്പ്രോഗ്രാം ആയ, തെറ്റായിട്ട് പ്രോഗ്രാം ചെയ്തതല്ല ഈ റോബോട്ടിനെ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം, വേറെ റോബോട്ടിനെ തരണം എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ അയക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ആ മെയിൽ എഴുതുക എന്നുള്ളതാണ് സാമ്പിൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യും, പ്രിപ്പയർ ഇമെയിൽ എഴുതാൻ വേണ്ടി റിക്കിയെ സഹായിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രം നമുക്കൊരു ഉദാഹരണം റിക്കി to 2024@gmail.com എന്തെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ് അവിടെ എഴുതാം. ടു, നമുക്ക് ഇഷ്ടമുള്ള ഒരു കമ്പനിയുടെ പേര്, ഇപ്പൊ ഞാനൊരു മാർവൽസ് റോബോട്ട് കമ്പനി @gmail.com അങ്ങനെ ഒരു മാർവൽ നമ്മുടെ പാർട്ടിന്റെ ഒരു പേരെടുത്തു, അങ്ങനെ ആയിരിക്കാം കമ്പനിയുടെ പേര്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. സബ്ജക്ട് നമ്മൾ എന്ത് എഴുതും, കംപ്ലൈന്റ് റിഗാർഡിംഗ് മിസ്പ്രോഗ്രാം റോബോട്ട്. മിസ്പ്രോഗ്രാം ആയിട്ടുള്ള റോബോട്ടിനെ കുറിച്ചുള്ള ഒരു കംപ്ലൈന്റ് ആണ്. സർ, we bought a butler robot from your company recently. Recently വളരെ അടുത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരു ബട്ട്ലർ റോബോട്ട് വാങ്ങി. But it is not working properly. കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. It collects all my stuff from my room and puts it in the store. അതാണ് പ്രശ്നം അല്ലേ, എന്റെ സാധനങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ പെറുക്കി എടുക്കുന്നത് സ്റ്റോറിൽ കൊണ്ടുപോയിട്ടാണ്. I think it is misprogrammed. ഞാൻ വിചാരിക്കുന്നത് എന്താണ്, പ്രോഗ്രാം തെറ്റി പ്രോഗ്രാം ചെയ്താണ്. Please replace this robot as soon as possible. As soon as possible. എത്രയും പെട്ടെന്ന് നിങ്ങൾ സാധ്യമായ അത്രയും പെട്ടെന്ന് ഞാൻ ചെയ്യാം, റീപ്ലേസ് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ട് എടുത്തിട്ട് വേറെ തരാൻ പറ്റുമോ? Copy of first
purchase bill is attached. പർച്ചേസ് ബിൽ, ഞാൻ വാങ്ങിയ ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ വാങ്ങിയ ബില്ല് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. We look forward for your response. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് യുവർ റെസ്പോൺസ്, നിങ്ങളുടെ മറുപടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ പ്രതികരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താഴെ പേര്. ഇങ്ങനെയാണ് നമ്മൾ ഇമെയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 7. Complete the following crossword puzzle related to household chores following the directions given. അവിടെ കുറച്ച് ഡയറക്ഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അല്ലേ, പഴയ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പത്രങ്ങളൊക്കെ കാണുന്ന ക്രോസ് വേർഡ്സ്, അതേപോലെ ക്രോസ് വേർഡ്സ് ആണ്. ഹിന്റ് അവിടെ തന്നിട്ടുണ്ട്, അതിനുള്ള ആൻസർ എഴുതിയാൽ മതി. ഒന്നാമത്തെ ക്രോസ് ക്ലീൻ വിത്ത് വാട്ടർ. വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എന്താ പറയാ, വാഷ്, WASH, വാഷ്. മൂന്നാമത്തത് free from dirt. dirt, അഴുക്കില്ലാത്തത് എന്താ പറയാ, clean. നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, CLEAN. നാലാമത്തെ a thing used for wiping floors clean. നമ്മൾ വീട്ടില് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ എന്തുകൊണ്ടാണ് 3 അക്ഷരം വേണം, എന്തുകൊണ്ടാണ് ക്ലീൻ ചെയ്യാ, മോപ്പ്, MOP, മോപ്പ്. 2. cleaning with a broom. ബ്രൂം ഉപയോഗിച്ചിട്ട് നമ്മൾ വീട്ടില് ക്ലീൻ ചെയ്യുക. ബ്രൂം വെച്ച് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ എന്താ പറയാ, സ്വീപ്പ്, SWEEP, സ്വീപ്പ്. നമ്മൾ അടിച്ചു വാരുക, തൂത്തുവാരുക എന്നൊക്കെ പറയല്ലേ, സ്വീപ്പ്. Now third one, cut something into pieces with repeated sharp blows. എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ കഷ്ണമാക്കാം. നമ്മൾ അടുക്കളയിൽ ഇപ്പം ഉരുളൻകിഴങ്ങ് കഷ്ണമാക്കും അല്ലേ, പയറ് കഷ്ണമാക്കും, അങ്ങനെയല്ല കഷ്ണമാക്കുന്നത്, ഷാർപ്പ് കട്ട് ചെയ്യുന്ന എന്തായാലും പറയാം, chop, CHOP, ചോപ്പ് അല്ലേ. നമ്മള് മുറിക്കുന്നതിന് എന്താ പറയാ, ചോപ്പ്, CHOP, ചോപ്പ്. ഇത്രയാണ് ക്രോസ് വേർഡ്സ്. അടുത്തത് 8A. Ricky's mother wanted him to do various household chores. Here is what she keep telling him. അമ്മ പിന്നെ റിക്കിയോട് പല വീട്ടിലെ ജോലികളും ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അത് എങ്ങനെയാ പറയുന്നല്ല അല്ലേ. Ricky, keep your school bag in the study room. Ricky, put your clothes in the washing machine. Ricky, wash your tiffin box. Ricky, iron your t-shirt and trousers. നമ്മൾ പാർട്ടി വന്നാലല്ലേ അമ്മക്ക് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ നമുക്കുള്ള ആക്ടിവിറ്റി തന്നില്ല. Your parents too might have asked you to do certain things. Write a few of them. നിങ്ങളുടെ അമ്മ നിങ്ങളോട് പറയുന്ന എന്തൊക്കെയാണ് പറയാറ്, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാം. നിങ്ങളുടെ വീട്ടിൽ അമ്മ എന്തൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞത്. കാർത്തികോട് എന്താ അമ്മ പറയാ, Nandu, finish your homework. Nandu, finish your homework ചെയ്യൂ എന്ന് പറയും. പിന്നെ Nandu, water the plants. ചെടികൾ നനയ്ക്കൂ എന്ന് പറയും. Nandu, clean your shoes. ഷൂ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറയും. Nandu, organize your toys. ടോയ്സ് എല്ലാം അടുക്കി പറയും, ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറയും. Nandu, feed the dog. ഡോഗിനെ ഫീഡ് ചെയ്യാൻ പറയും. ഇങ്ങനെ ഇതേപോലെ നിങ്ങളുടെ അമ്മ എന്താണോ നിങ്ങളോട് പറയുന്ന ജോലികൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്യും. Okay, now let's go to the next activity, B. How will you ask your parents to do something for you? അതേപോലെ തന്നെ പേരൻസിനോട് നിങ്ങൾ കാര്യങ്ങൾ ആവശ്യപ്പെടില്ല, എന്തെങ്കിലും വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയില്ലേ, അത് എങ്ങനെയാ പറയാന്നുള്ളതാണ്. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾ സ്വന്തമായിട്ടുള്ള സെന്റൻസ് നിങ്ങൾ എഴുതി പഠിക്കുക. നിങ്ങൾ സാറിനെ കാണിക്കുക സ്കൂളിൽ, അപ്പൊ സാറത് കറക്റ്റ് ചെയ്ത് തരും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ, എന്നിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. Fill in the following table by giving some example. What is done for you? Mother, please help me pack my lunch. എന്റെ ലഞ്ച് പാക്ക് ചെയ്യാൻ വേണ്ടി എന്നെ സഹായിക്കുന്നു. നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കാർത്തിക് പറയുന്നുണ്ട്. നിങ്ങൾ ഇതേപോലെ തന്നെ എഴുതാം. കാർത്തിക് ഒന്ന് വായിക്കും. Mother, please help me arrange my books. അമ്മ എന്റെ ബുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി എന്നെ സഹായിക്കും. Mother, please help me iron my clothes. ഡ്രസ് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കൂ. Father, please help me fix the bicycle. Help me to fix the bicycle. Fix ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യൂ. Father, please help me to make a model of a robot. റോബോട്ട് ഒരു മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കും. ഇങ്ങനെ ഇതേപോലെ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് പറയാൻ പറ്റിയ ഉദാഹരണം നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ എഴുതി നോക്കുക. ഓക്കെ, ആക്ടിവിറ്റി നമ്പർ 9. Look at the following paragraph from the story. സ്റ്റോറിയിൽ നിന്ന് തന്നെയുള്ള ഒരു പാരഗ്രാഫ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് വായിക്കൂ. Off he went, running to his parents. Father, this butler robot is faulty. He has filched my things. I think they programmed him badly. Let us send him off. ഇത് നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ച ഒരു പാരഗ്രാഫ് തന്നെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു സെന്റൻസ്, ചെറിയൊരു സെന്റൻസ് മാത്രം തന്നെയാണ്. ഇറ്റാലിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഏതാണ്, he has filched my things. അതിന്റെ സാധനങ്ങളെല്ലാം മോഷ്ടിച്ചെടുക്കുന്നുണ്ട്, കട്ടെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. Not a sentence given italics. Sentence like the above refer to an action completed in the past having its relevance in the present. പാസ്റ്റിൽ നടന്ന ഒരു കാര്യം, അതിന്റെ സാധനങ്ങളൊക്കെ എടുത്തു എന്ന് ഇപ്പൊ പറയാം. നേരത്തെ നടന്ന ഒരു കാര്യം ഇപ്പൊ അതിന് പ്രാധാന്യമുണ്ട്, ഇപ്പൊ പറയുന്നു. അതുകൊണ്ടാണ് അതിന് ഇറ്റാലിക്സ് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്.
Try to find a sentence of a similar pattern. ഇതേപോലെയുള്ള മറ്റ് സെന്റൻസുകൾ കണ്ടുപിടിക്കുക ഫ്രം ദ പാരഗ്രാഫ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള പാരഗ്രാഫിൽ നിന്നും ഇതേപോലെയുള്ള ഒരു ഇതേ റിലവൻസ് ഉള്ള ഇതേപോലെ വരുന്ന സെന്റൻസുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക, ഫ്രേസ് കണ്ടുപിടിക്കുക. റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ്. സ്പേസ് ഗിവൺ, താഴെയുള്ള സ്പേസിൽ നിങ്ങൾ അത് എഴുതണം. ഓക്കെ, വായിക്കും. I have lived here for 30 years. I have always looked upon this place as my home. My children advise me against living here in my old age. There are no good hospitals here, but the government has promised the residents here a new multi-speciality hospital, which is expected to come up soon. I have realized that you cannot expect to have everything you like to have. I think you too have realized it. ചെറിയ പാരഗ്രാഫ് ആണ്. I have lived here for 30 years. ഞാൻ ഇവിടെ 30 വർഷമായിട്ട് ജീവിക്കുന്നുണ്ട്. I have always looked upon this place as my home. ഇത് ഞാൻ എപ്പോഴും എന്തായിട്ടാണ് കാണുന്നത്? എന്റെ വീടായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് റിലവൻസ് ഉള്ളതാണ് അല്ലേ? അതേപോലെ മൈ ചിൽഡ്രൻ അഡ്വൈസ് മീ അഗെയിൻസ്റ്റ് ലിവിംഗ് ഹിയർ ഇൻ മൈ ഓൾഡ് ഏജ്. ഇവിടെ എന്റെ പ്രായമായ സമയത്ത് ഇവിടെ താമസിക്കുന്ന എന്റെ മക്കൾ എന്താണ്? എതിർത്തു അല്ലെ? അഗെയിൻസ്റ്റ് ആണ്, എതിരാണ്. There are no good hospitals here. ഇവിടെ നല്ല ഹോസ്പിറ്റൽ ഇല്ല. വീണ്ടും നോക്കൂ. But the government was promised the residents. ഗവൺമെന്റ് പ്രോമിസ് ചെയ്തതായിരുന്നു. അതിനിപ്പോഴും റിലവൻസ് ഉണ്ട്. അപ്പൊ അതായത് വരും here a new multi-speciality hospital which is expected to come up soon. ഒരു multi-speciality hospital വരുന്നു. I have realized that you cannot expect to have everything you like to have. ആവശ്യമുള്ള എല്ലാം കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നില്ല. I think you too have realized. നിങ്ങളും അത് റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ഇതേപോലെ തന്നെയുള്ള സെയിം പാറ്റേണിൽ വരുന്ന പിന്നെ സെന്റൻസുകളാണ്. അടുത്ത ആക്ടിവിറ്റി പോലെ നമുക്ക് എന്താണ്? ആക്ടിവിറ്റി നമ്പർ 10. You might have prepared some posters while observing Environment Day. Look at these sample posters. എൻവയോൺമെന്റ് ഡേയിൽ നിങ്ങൾ പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതേപോലെ ചില പോസ്റ്ററുകളാണ് ഇവിടെ കാണുന്നത്. ഒന്ന് പ്ലാസ്റ്റിക്കിന്റെ യൂസിനെ കുറിച്ചിട്ടാണ് അല്ലേ? അതേപോലെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റി എന്താണ്? അനലൈസ് ദ പോസ്റ്റേഴ്സ് ഫോർ ദി ഫോളോവിങ്. എന്തൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്? അതിന്റെ കണ്ടന്റ്, പിക്ചർ, ഗ്രാഫിക്, ഇല്ലസ്ട്രേഷൻ. അതായത് എന്താണ് അതിന്റെ കണ്ടന്റ്, അതിൽ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും അതുപോലെ ചിത്രം അല്ലെങ്കിൽ വരച്ച ചിത്രങ്ങളല്ല ഇല്ലസ്ട്രേഷൻ വരച്ച അല്ലെ, എന്തൊക്കെയാണ് അതിലുള്ളത്, അതിന്റെ ലേഔട്ട്, മൊത്തം അതിന്റെ ലേഔട്ട് എങ്ങനെയാണ്, അതുകൊണ്ട് മെസ്സേജ്, എന്ത് മെസ്സേജ് ആണ് മൊത്തം അടി പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്, കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളതാണ്. വാട്ട് ഫങ്ഷൻസ് ഡു ദേ സെർവ്? എന്തൊക്കെ ഫങ്ഷൻസ് ഉള്ളത്? എഡ്യൂക്കേറ്റ് ആൾക്കാരെ അത് മനസ്സിലാക്കാൻ വേണ്ടി, ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്, ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി, അത് അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം അല്ലേ? പിന്നെ അവയർനെസ്, ഒരു കാര്യത്തെ കുറിച്ച് വിവരം നൽകാൻ വേണ്ടി, അവയർനെസ് നൽകാൻ വേണ്ടിയിട്ട്. ഓക്കെ, some posters and observe them carefully. കുറച്ച് പോസ്റ്റേഴ്സ് എടുത്തിട്ട് അവരെ കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ കുറച്ച് പോസ്റ്ററുകൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്ത് നിരീക്ഷിക്കണം. Do you think posters like these have a special kind of language? Give some examples. ഇതിൽ കുറച്ച് ലാംഗ്വേജിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ? നിങ്ങൾ കുറച്ച് പോസ്റ്റേഴ്സ് നിങ്ങളുടേതായ കളക്ട് ചെയ്ത് അതിൽ നിന്ന് മനസ്സിലാക്കണം. എന്തൊക്കെയായിരിക്കാം ഒരു പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പോസ്റ്ററുകളിലുള്ള കോമൺ ആയിട്ടുള്ള സ്പെഷ്യൽ തിങ്സ് അബൌട്ട് ലാംഗ്വേജ് എന്തൊക്കെയാണ്? The posters are made in simple and clear language. അപ്പോൾ സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം, ക്ലിയർ ലാംഗ്വേജ് ആയിരിക്കും അല്ലെ? സിമ്പിൾ ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. They have attractive headlines. ഹെഡ്ലൈൻ, അതിന്റെ ഹെഡിങ് എന്തായിരിക്കണം? ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഹെഡിങ് നോക്കിയിട്ടാണ് ബാക്കിയുള്ള ആൾക്കാർ. ഹെഡിങ് അട്രാക്റ്റീവ് അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മൾ താഴേക്ക് വായിച്ചു പോകില്ല. അപ്പൊ അട്രാക്റ്റീവ് ഉള്ള ഹെഡിങ് ആയിരിക്കണം. Rhyming words are used for grabbing attention. Attention പിടിക്കാൻ റൈമിംഗ് വേർഡ്സ് ഒരേപോലെ അല്ലേ നമ്മൾ വായിക്കുമ്പോൾ ഒരേപോലെ വായിക്കുന്നത്. അട്രാക്റ്റീവ് ആയിട്ടുള്ള റൈമിംഗ് വേർഡ്സ് ഉണ്ടെങ്കിൽ എന്താവും? കുറച്ചുകൂടി ആൾക്കാർക്ക് വായിക്കാൻ അറ്റൻഷൻ ശ്രദ്ധിക്കാൻ, നമുക്ക് ശ്രദ്ധ കിട്ടും. അടുത്ത എന്താണ്? നെക്സ്റ്റ് ആക്ടിവിറ്റി ഇല്ലേ? ബി. Prepare some slogans out of the misuse of electronic gadgets. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ മിസ്യൂസ്, ദുരുപയോഗത്തെ കുറിച്ചിട്ടുള്ള കുറച്ച് സ്ലോഗൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഉണ്ടാകും. ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ഡോണ്ട് ലെറ്റ് gadgets replace your outdoor games. അതേപോലുള്ള കുറച്ച്, അത് നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുക, നിങ്ങൾ ആലോചിച്ചിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ അധ്യാപകരുടെ സഹായം തേടാം, രക്ഷിതാക്കളുടെ സഹായമൊക്കെ തേടി കുറച്ച് എക്സാമ്പിൾസ് തന്നെ ഇതേപോലെ നിങ്ങൾ കോപ്പി അടിച്ച് എഴുതി വെക്കണ്ട, നിങ്ങളുടേതായ ക്രിയേറ്റീവായിട്ട് എഴുതി ഉണ്ടാക്കുക കേട്ടോ. ഓക്കെ. Eyes on the world, not on the screen. Eyes on the world. ലോകത്തിലേക്ക് കണ്ണ് കൊണ്ടുപോകും, സ്ക്രീനിൽ മാത്രമല്ല. Play outside, not on the screen. ഔട്ട്സൈഡ് കളിക്കൂ, സ്ക്രീനിൽ മാത്രമല്ല, മൊബൈൽ ഗെയിമുകൾ മാത്രമല്ല, നിങ്ങൾ പുറത്തൂടെ പോയിട്ട് ഫുട്ബോളും ഒക്കെ കളിക്കണം എന്നുള്ളതാണ്. Talk face to face, not screen to screen. സ്ക്രീൻ ടു സ്ക്രീൻ അല്ല, നമ്മൾ വീഡിയോ കോൾ മാത്രമല്ല, നേരിട്ട് ആൾക്കാർ എന്ത് ചെയ്യാം? കണ്ട് സംസാരിക്കാം.
Look up, life is happening. ആ പുറത്തേക്ക് നോക്കൂ, ലുക്ക് അപ്പ്. എന്താണ് മൊബൈലിൽ മാറ്റി പുറത്തേക്ക് ലുക്ക് അപ്പ്, മുകളിലേക്ക് നോക്കൂ. ചുറ്റുപാട് ഒരു ജീവിതം ഉണ്ട്, നമ്മുടെ ജീവിതം പുറത്തൊക്കെ നടക്കുന്നത് കാണുന്നുള്ള അർത്ഥം. Limit screen time, enjoy real time. ആ സ്ക്രീൻ ടൈം കുറയ്ക്കൂ, റിയൽ ആയിട്ടുള്ള ലൈഫ് ടൈം നമ്മൾ എൻജോയ് ചെയ്യൂ, ആസ്വദിക്കൂ. Don't let gadgets steal your sleep. ഗാഡ്ജറ്റ്സ് നിങ്ങളുടെ ഉറക്കം അപഹരിക്കരുത്. അല്ല ഉറങ്ങാതിരുന്ന മൊബൈൽ കാണാൻ ഇതായിട്ടുള്ള സ്ലോഗനാണ്. Screen time steals family time. സ്ക്രീൻ ടൈം സ്റ്റീൽസ് മോഷ്ടിക്കുന്നത്. എന്താ മോഷ്ടിക്കുന്നത്? ഫാമിലി ടൈം. ഫാമിലി ഒന്നിച്ചിരിക്കാനുള്ള, തമ്മിൽ സംസാരിക്കാനും കളിക്കാനൊക്കെ സമയം എന്ത് ചെയ്യുന്നുണ്ട്? മൊബൈൽ. ഇത് കുറച്ച് ഉദാഹരണം മാത്രം, എത്ര വേണം നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ചിട്ട് എഴുതിണ്ടാക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി സി. As in Ricky's room, we have a number of gadgets. As in Ricky's home. Home. We use a number of gadgets to make our work easier. They educate and entertain us too, but often they are misused. Design a poster on the misuse of electronic gadgets. റിക്കിയുടെ വീട്ടില് കുറെ ഗാഡ്ജറ്റ്സ് ഉണ്ട് അല്ലേ? വർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്, എന്റർടൈൻ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ബട്ട് അത് മിസ്യൂസും ആവുന്നുണ്ട്. ഡിസൈൻ എ പോസ്റ്റർ ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനെ മിസ്യൂസിനെ പറ്റിയിട്ടുള്ള ഒരു പോസ്റ്റർ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് തയ്യാറാക്കുക. അപ്പൊ കാർത്തിക് എന്ത് ചെയ്യണം? ഒന്നുകൊണ്ട് പോസ്റ്ററുകൾ സ്വന്തമായിട്ടേക്ക് വരച്ചിട്ടുണ്ടാക്കുക. നിങ്ങൾ എല്ലാ കുട്ടികളും അതേപോലെ പോസ്റ്ററൊക്കെ സ്വന്തമായിട്ട് വരയ്ക്കുക. നിങ്ങളുടെ നല്ല ഒരു ഡ്രോയിങ് ബുക്കിലോ നോട്ട് ബുക്കിലോ ഒക്കെ വരച്ചിട്ട് വൃത്തിയായിട്ട് ചെയ്യുക. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുവിധം എല്ലാ ആക്ടിവിറ്റീസ് നന്നായിട്ട് തന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്തുള്ള ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ ഉടൻ തന്നെ ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സ്റ്റോറി പറയും, ഇതേപോലെ ക്വസ്റ്റ്യൻ ആൻസർ പറയും, ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യും. നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ എന്ത് ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിവേ നന്നായിട്ട് പഠിക്കുക. എല്ലാവരും 7ാം ക്ലാസ്സിലെ എല്ലാ പാഠങ്ങളും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു വെരി മച്ച്.